അദാനിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണല്ലോ നരേന്ദ്രമോദി. ഇന്ന് ഹിൻഡൻബർഗുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ വന്നിട്ടുണ്ട്. കോടതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസിയെ വെച്ചിട്ടില്ല. അദാനിക്ക് ആശ്വാസമെന്നാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്താൻ എന്ത് നടപടിയാണ് ഈ പ്രധാനമന്ത്രി എടുത്തത്? എന്നിട്ട് സെബിയുടെ പേരിൽ ഒളിച്ചു കളിക്കുകയാണ്. ആ മാന്യനാണ് തൃശ്ശൂർ വന്ന് നിന്ന് അഴിമതിയെക്കുറിച്ചും കള്ളപ്പണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ മലയാളികൾ എന്നുള്ളത് BJP-ക്കാർ ആലോചിക്കണം. പിന്നെ സ്ത്രീ ശക്തിയെക്കുറിച്ച് പറയാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ്. അതിന് കാരണം ഈ കേരളത്തിലാണ് കഴിഞ്ഞ 20 കൊല്ലക്കാലമായി 50% സ്ത്രീ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ. 50% എന്ന് പറഞ്ഞാൽ 6 കോർപ്പറേഷനിൽ 3 മേയർമാർ സ്ത്രീകളായിരിക്കും. മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തുകളിലും 50% അധ്യക്ഷന്മാർ സ്ത്രീകളായിരിക്കും. ജനപ്രതിനിധികൾ മാത്രമല്ല, അതിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ സ്ത്രീകളായിരിക്കും. സ്ത്രീകൾക്ക് അധികാരം കൊടുത്തു കേരളത്തിൽ. അവിടെ വന്ന് പറയണം നാരീശക്തിയെക്കുറിച്ച്. പിന്നെ മറ്റൊന്നാണ്, ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചൊരു സ്ഥലം കേരളമല്ലേ? 27 കൊല്ലം പൂർത്തിയാകുന്ന കുടുംബശ്രീ കേരളത്തിലെ സ്ത്രീകളുടെ വരുമാന വളർച്ചയിൽ വരുത്തിയ പങ്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അത് മാതൃകയാണെന്ന് ലോകം അംഗീകരിക്കുന്നുണ്ടല്ലോ. അവിടെ വന്ന് നരേന്ദ്രമോദി പറയണം സ്ത്രീ ശക്തിയെക്കുറിച്ച്. പിന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ നന്നായി ജോലിയെടുക്കുന്നതാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അത് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തുന്ന പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഏക സ്ഥലം കേരളമാണ്. ഒരേ ഒരു സ്ഥലം കേരളമാണ്. ഇവിടെ ചില ആളുകൾ നമ്മൾ കണക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം ഉണ്ടാക്കുമ്പോൾ കണക്ക് കൊടുക്കാൻ പറ്റുന്ന അന്തരീക്ഷമുള്ള ഏക സ്ഥലം കേരളമാണ്. ഇന്ന് അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ കേരളത്തിൽ വന്നിട്ടാണ് നരേന്ദ്രമോദി അക്കാമ ചെറിയാനെ കുറിച്ച് പറയുന്നത്. ആരാ അക്കാമ ചെറിയാൻ? CP രാമസ്വാമിയർക്ക് പിന്തുണ കൊടുത്തവരാണ് മോദിയുടെ മുൻഗാമികൾ, സവർക്കർ. ആ CP രാമസ്വാമിയർക്കെതിരെ രാജ്ഭവനിലേക്ക് CP വിലാസത്തിലേക്ക് ജാഥ നയിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ പേര് പാട്ടത്തിനെടുത്തോ നിങ്ങൾ? എവിടുന്ന് കിട്ടി മോദിക്ക് അക്കാമ ചെറിയാന്റെ പേര്? എന്നിട്ട് സ്ത്രീശക്തി, നാരീശക്തി കൊള്ളാം. പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കും. അതെ, 3 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയയുടെ ഇടമാണ് പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പോകാൻ അവകാശപ്പെട്ടയാൾ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. അതിന്റെ ഉദ്ഘാടകനാകാൻ അവകാശപ്പെട്ടത് ഒരു സ്ത്രീയാണ്. അവരവിടെ പോയിട്ടില്ല, അവരെ പാർലമെന്റിൽ കയറ്റൂല. എന്നാൽ അയോധ്യയിലോ ഇവര് അമ്പലത്തിന്റെ ഉദ്ഘാടനമല്ലേ? എന്നാൽ ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതിയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വനിതയാണ്. നമുക്ക് വാൽമീകിയുടെ രാമായണമാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടാണ് ദ്രൗപദി മുർമുവിന് അവിടെ തൊട്ടുകൂടായ്മ വരുന്നത്? ഒരു സ്ത്രീ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിരിക്കുന്ന അവകാശപ്പെടുമ്പോൾ ഇരട്ടത്താപ്പാണ്. എന്നിട്ടോ മോദി ഡെലിവർ ചെയ്തു. ആരാ മോദി? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കി. എവിടെ പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കിയത്? ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം. ജെൻഡർ ഇക്വാലിറ്റിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 140-ൽ 127. ലോകത്തെ ജെൻഡർ ഇക്വാലിറ്റിയിൽ 140-ൽ 127 ഇന്നത്തെ സ്ഥാനമാണ്. അതാണ് കേരളത്തിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ദയവായി ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് ചോദിക്കുക. മണിപ്പൂരിൽ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ പോയില്ല? ഈ ജനുവരി 1-നും 2-നും കൊലപാതകം നടന്നു. നിങ്ങൾ അവിടെ പോയോ? ബഹുമാനപ്പെട്ട മോദി കേരളത്തിലേക്ക് വരുമ്പോൾ നേരെ അങ്ങോട്ടല്ലേ പോകേണ്ടത്? എന്തുകൊണ്ട് പോയില്ല? അവസാനമായിട്ട് മോദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വാരണാസിയില് അവിടെ IIT-യില് ഒരു പെൺകുട്ടിയെ മാനഭംഗം ചെയ്തു 3 മാസം മുമ്പ്. ക്യാമ്പസിനകത്ത് കയറി. ആരാണത്? അത് ബഹുമാനപ്പെട്ട മോദിയുടെ കൂടെ നിൽക്കുന്ന ചിത്രത്തിൽപ്പെട്ട IT സെല്ലിന്റെ തലവന്മാർ. ആരൊക്കെയാണ്? കുനാൽ പാണ്ഡെ, സാക്ഷം പട്ടേൽ, അഭിഷേക് ചന്ദ്രഹാർ. അദ്ദേഹം ആദിത്യനാഥിന്റെ കൂടെ നിൽക്കുന്ന ചിത്രമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ സെപ്റ്റംബർ മാസം സംഭവം ഉണ്ടായിട്ട് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും UP-യിലെ പോലീസ് പിടിക്കാൻ നാളത്ര എടുത്തു. അപ്പൊ അതിനർത്ഥം എന്താണ്? സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വാരണാസിയും മാതൃക,
ഇന്ത്യയിലെ UP മാതൃക കേരളത്തിനില്ല. അവിടെയാണ് അഭിമാന പുരസ്സരം പറയുന്നത്. ലാസ്റ്റായിട്ട് ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ. ഈ സ്വർണ്ണ കള്ളക്കടത്ത് എവിടെയാണ് നടന്നത്? ബഹുമാനപ്പെട്ട മുരളീധരന്റെ ആഫീസിലാണ് നടന്നതെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് എവിടെയാണ് നടന്നതെന്ന് നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? നയതന്ത്ര ചാനലിലൂടെ അല്ല കള്ളക്കടത്തെന്ന് ബഹുമാനപ്പെട്ട മുരളീധരൻ പറഞ്ഞു. നയതന്ത്ര ചാനലിലൂടെയാണ് കള്ളക്കടത്ത് നടന്ന് കസ്റ്റംസ് തെളിയിച്ചു. അപ്പൊ കള്ളക്കടത്തിന്റെ ഉത്തരവാദിത്വം മുരളീധരനാണെന്ന് മുരളീധരനെ ഇരുത്തിക്കൊണ്ട വേദിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല.